നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എനിക്ക് 5 ആൺമക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവരെ എല്ലാവരെയും ഇന്ത്യയുടെ തലയെടുക്കാൻ ഞാൻ പറഞ്ഞു വിടുമായിരുന്നു. ഒന്നും അവസാനിച്ചിട്ടില്ല. ഇന്ത്യയെ നാമാവശേഷമാക്കിയിട്ടാണെങ്കിലും കശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും. പാകിസ്ഥാനിൽ നിന്ന് ഉയർന്ന ഒരു മുദ്രാവാക്യമാണ് ഇത്. ഇന്ത്യ ചിന്നിച്ചിതറിച്ച 2 ജയ്ഷെ ഭീകരരുടെ പിതാവ് മക്കളുടെ സംസ്കാര ചടങ്ങിനിടെ ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഇത്. ഇന്ത്യ മൂട്ടിൽ പൊട്ടിച്ച് ചിതറിത്തെറിപ്പിച്ചുവെങ്കിലും ഇവന്മാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് ഈ ഭീകരവാദം. അതിനെ മുച്ചൂടും മുടിക്കാൻ ഇന്ത്യ അറിഞ്ഞങ്ങിറങ്ങണം. എത്ര കിട്ടിയാലും പഠിക്കില്ല ഈ കൂട്ടർ. വീണ്ടും വീണ്ടും ഇന്ത്യയോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇനിയും ചോദിച്ചാൽ തരും, ഉറപ്പായും. ഇന്ന് തന്നതിൻ്റെ 10 മടങ്ങ് പ്രഹരത്തോടെ തന്നിരിക്കും. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും നിരവധി ഭീകര താവളങ്ങൾ ചുട്ടെരിച്ചാണ് അതിശക്തമായ മറുപടി ഇന്ത്യ കൊടുത്തത്. ഈ ഓപ്പറേഷനിലൂടെ 100-ലധികം ഭീകരരെയാണ് ഇന്ത്യ കൊന്നൊടുക്കിയത്. പ്രത്യേകിച്ച് ഇതിൽ ഉൾപ്പെട്ടത് ജയ്ഷെ മുഹമ്മദ്, ലഷ്കർ തുടങ്ങി നിരവധി ഭീകര കേന്ദ്രങ്ങളിൽ അടിച്ചാണ് ഇന്ത്യ മറുപടി കൊടുത്തത്. ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട 2 ലഷ്കർ-ഇ തോയ്ബ ഭീകരരുടെ പിതാവാണ് പാകിസ്ഥാനിലെ മുരുദ്ഗയിൽ പൊതുവേദിയിൽ നടത്തിയ പ്രതികരണത്തിന്റെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കെതിരെ കൊലവിളിയാണ് നടത്തിയിരിക്കുന്നത്. ഇയാൾ തന്റെ മക്കളുടെ മരണത്തെ മഹത്വവൽക്കരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവനെ പടച്ചതമ്പുരാൻ സ്വർഗത്തിൽ കാത്തുകൊള്ളുമെന്നാണ് പിതാവ് പറഞ്ഞിരിക്കുന്നത്. LET അംഗങ്ങൾ ഇയാൾക്ക് ചുറ്റുമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇന്ത്യൻ സായുധ സേന കൊലപ്പെടുത്തിയ തന്റെ മക്കളെ പ്രശംസിച്ചുകൊണ്ട് പ്രകോപനപരമായ പ്രസംഗം നടത്തിയത്. അതിങ്ങനെയായിരുന്നു: എൻ്റെ 2 ആൺമക്കൾ രക്തസാക്ഷികളായി. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. എനിക്ക് 5 ആൺമക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അവരെയും ബലിയർപ്പിക്കുമായിരുന്നു. ഇതായിരുന്നു ഭീകരരുടെ പിതാവ് പറഞ്ഞത്. ഇവിടം കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ലെന്നും ഇനിയും പാകിസ്ഥാനിലെ ചെറുപ്പക്കാർ ഇന്ത്യക്കെതിരെ തോക്കേന്തി രംഗത്ത് വരുമെന്നും പിടിച്ചു നിൽക്കാൻ പോലും ഇന്ത്യക്ക് കഴിയില്ല എന്നുള്ള കൊലവിളികളൊക്കെയാണ് ഇയാൾ നടത്തിയിരിക്കുന്നത്. ഇതിന്റെ വീഡിയോ പാകിസ്ഥാനിലെ പല സൈബർ സൈറ്റുകളും ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത് ഇന്ത്യയിൽ എത്തണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ രീതിയിലാണ് ഇത് ഷെയർ ചെയ്യുന്നത്. ഇയാളുടെ ഈ പ്രസംഗങ്ങൾ കേട്ടതും ചുറ്റും കൂടെ നിന്നവർ അല്ലാഹു അക്ബർ എന്ന് പറയുകയും ഇന്ത്യക്കെതിരെ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തു. വീഡിയോ പകർത്തിയ മുരുദ്ഗയിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ലക്ഷ്യമിട്ട സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു. ഈ പ്രദേശം വളരെ കാലമായി LETയുടെ പ്രാഥമിക പരിശീലന കേന്ദ്രമായി പ്രവർത്തിച്ചു വരികയാണ്. വീഡിയോയിൽ LET നേതാവായ ഹാഫിസ് അബ്ദുൾ റൌഫിനെ കാണാം. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യം വധിച്ച 3 ഭീകരരുടെ സംസ്കാര പ്രാർത്ഥനകൾക്ക് ഇയാൾ നേതൃത്വം നൽകുന്നതിന്റെ വീഡിയോ നേരത്തെ പുറത്തു വന്നിരുന്നു. ചടങ്ങിൽ പാകിസ്ഥാൻ സൈനികരും പാക് പഞ്ചാബ് പോലീസും ഇതിൽ പങ്കെടുത്തിരുന്നു. ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ലോകത്തിനു മുന്നിൽ ഇന്ത്യ വീണ്ടും തെളിയിച്ചു പാകിസ്ഥാൻ ഭീകര രാഷ്ട്രമാണെന്ന്. കാരണം ഭീകരരുടെ ശവസംസ്കാര ചടങ്ങിലാണ് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും ഉന്നത റാങ്കിലുള്ളവരും ഒക്കെ അന്ന് അവിടെ സന്നിഹിതരായത്. ഭീകരൻ ഹാഫിസ് ഉൾപ്പെടെ നിരവധി ലഷ്കർ-ഇ തോയ്ബ ഭീകരർക്കിടയിൽ നിന്നാണ് കൊല്ലപ്പെട്ട മക്കളുടെ മരണത്തെ ഇയാൾ മഹത്വവൽക്കരിക്കുന്നത്. പറയുന്നത് അവർ മരണപ്പെട്ടെങ്കിൽ ഞാൻ അതിൽ അഭിമാനിക്കുന്നു എന്നാണ്. എൻ്റെ മക്കളെ സ്വർഗത്തിൽ അള്ളാഹ് കാത്തുകൊള്ളുമെന്നും അള്ളാഹയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് എന്നൊക്കെയായിരുന്നു ഇയാൾ ഈ പ്രസംഗത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് 2 ആൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ 2 പേരെയും കശ്മീർ പിടിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പ്രാപ്തരാക്കിയത്. അതിൽ അവർ തയ്യാറായി പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. അതിൽ അവർ കൊല്ലപ്പെട്ടുവെങ്കിൽ അവർ മഹത്വവൽക്കരിക്കപ്പെട്ടവരായി മാറിയിരിക്കുന്നു എന്നൊക്കെയാണ് ഇയാൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനിയും എനിക്ക് ആൺമക്കളില്ല. എനിക്ക് 5 ആൺമക്കൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുകയായിരുന്നു. എങ്കിലും ചെറുപ്പക്കാരെ ഇനിയും ഈ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നതിന് എൻ്റെ എല്ലാ രീതിയിലുമുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്നൊക്കെ ഇയാൾ ഈ പ്രസംഗത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയങ്ങളിലെല്ലാം തന്നെ ചുറ്റും കൂടി നിന്ന ഭീകരർ കൈയടിക്കുകയും ആ പിതാവിനെ പ്രശംസിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ വീഡിയോയിൽ കാണുകയും ചെയ്യാം. ഇയാളുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇയാളെ ചുറ്റിപ്പറ്റി നിന്നിരുന്ന സംഘം തോക്കുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാരാ ഇദ് കബീർ എന്നും തുടർന്ന് അല്ലാഹു അക്ബർ എന്നും ഉച്ചത്തിൽ വിളിക്കുന്നതും ഒക്കെ കേൾക്കാം.
രാജ്യം കാക്കുന്നതിനു വേണ്ടി മക്കളെ പട്ടാളത്തിലേക്ക് പറഞ്ഞു വിട്ടതിന്റെ പോലെയാണ് ഇപ്പോൾ അവരുടെയൊക്കെ, അതായത് ഈ തീവ്രവാദികളുടെയൊക്കെ മാതാപിതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഭീകര പ്രവർത്തനങ്ങൾക്കിടയിൽ കൊല്ലപ്പെട്ടവരെ രക്തസാക്ഷികളായി വാഴ്ത്തുന്നതിനാണ് തീവ്രവാദികൾ സാധാരണയായി ഈ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത്. ഷീ ഉല്ല സഹി ഉല്ല അൽ ജിഹാദ് അൽ ജിഹാദ് എന്ന് ആർപ്പ് വിളിക്കുന്ന ജനക്കൂട്ടത്തെയാണ് ഈ വീഡിയോയിൽ കാണാനാകുന്നത്. തീവ്രവാദികൾ പലപ്പോഴും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ കൊല്ലപ്പെട്ട ഭീകരരെ മഹത്വപ്പെടുത്താൻ ഇത്തരത്തിലുള്ള പ്രവൃത്തികളാണ് ചെയ്യുന്നത്. ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിൽ നിന്നിരുന്ന പിതാവ് പിന്നീട് നടന്നു പോകുന്നത് കാണാം. അതേസമയം അൽ ജിഹാദ് എന്ന മന്ത്രങ്ങൾ ചുറ്റും കൂടി നിന്നവർ ആർത്ത് വിളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പാകിസ്ഥാൻ മണ്ണിലെ ഭീകര താവളങ്ങളെക്കുറിച്ചും അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങളിലെ പാകിസ്ഥാന്റെ പങ്കിനെക്കുറിച്ചും ഇന്ത്യയുടെ വാദങ്ങൾ സ്ഥിരീകരിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളെന്ന് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകളിൽ പറയുന്നു. പാകിസ്ഥാൻ സൈന്യം പ്രാദേശിക പുരോഹിതൻ എന്ന് മുദ്രകുത്തിയ ലഷ്കർ ഭീകരൻ ഹാഫിദ് അബ്ദുൾ ഈ വീഡിയോയിലുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട 3 ഭീകരരുടെ സംസ്കാര പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയതും ഇയാൾ തന്നെയായിരുന്നു. ഈ ചടങ്ങിലേക്കായിരുന്നു പാകിസ്ഥാൻ സൈന്യം എത്തുന്നത്. പാകിസ്ഥാൻ സൈന്യവും കണ്ണീർ പൊഴിച്ചുകൊണ്ടായിരുന്നു അവിടെ നിന്നിരുന്നതും നിലയുറപ്പിച്ചതും. തുടർന്ന് ഭീകരവാദികൾക്ക് വേണ്ടി ഇവർ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതൊക്കെ കാണാം. അതേസമയം പത്രസമ്മേളനം നടത്തിയ പാകിസ്ഥാൻ സൈനിക വക്താവ് അഹമ്മദ് ഷെരീഫ് ചൌധരി തീവ്രവാദിയായ സുൽത്താൻ ബഷീറുദ്ദീൻ മഹ്മൂദിന്റെ മകനാണ് എന്നതും വിവാദങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. 85-കാരനായ മഹ്മൂദിനെ 2001-ലാണ് ഐക്യരാഷ്ട്രസഭ തീവ്രവാദിയായി പ്രഖ്യാപിച്ചത്. അമേരിക്ക ആഗോള ഭീകരനായി കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇയാളെ. കാബൂളിലെ അൽ ഖ്വയ്ദ വസീർ അക്ബർ ഖാൻ സേഫ് ഹൌസ് എന്നാണ് അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന വിലാസം തന്നെ. ഇത്തരത്തിൽ ഭീകരർ കൊല്ലപ്പെട്ടതിന്റെ അതിന്റെ ചടങ്ങുകൾ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിൽ. ഈ ചടങ്ങുകളിലെല്ലാം തന്നെ സൈന്യത്തിലെ ഉന്നതർ ഉൾപ്പെടെയാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വീഡിയോ ഒക്കെ പ്രചരിക്കുകയും അത് ഇന്ത്യ ലോകത്തിന് മുന്നിൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, പാകിസ്ഥാൻ സൈന്യം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഞങ്ങൾക്ക് പഹൽഗാം ആക്രമണത്തിൽ പങ്കില്ല എന്നായിരുന്നു. പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ, അതായത് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ കൊടുത്ത ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ടത് 100ഓളം തീവ്രവാദികളാണ്. ഈ തീവ്രവാദികളുടെ സംസ്കാര ചടങ്ങുകളിലേക്കാണ് പാകിസ്ഥാൻ പട്ടാളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോയി ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും കൈകൾ ഉയർത്തിപ്പിടിച്ച് അള്ളാഹുവിന് മുൻപിൽ ഈ ഭീകരർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെയും ഒക്കെ വീഡിയോകൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് എങ്ങനെയാണ് ഭീകരവാദത്തിൽ പങ്കില്ല, പഹൽഗാമിൽ നടന്ന ആക്രമണത്തിൽ പങ്കില്ല എന്ന് പറയാൻ കഴിയുന്നത്? ഇതിനോടകം തന്നെ അസീം മുനീറിന്, പട്ടാള മേധാവിക്ക് പഹൽഗാം ആക്രമണത്തിൽ പങ്കുണ്ട് എന്നതിന്റെ നിരവധി തെളിവുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ടും കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കുകയാണ് പാകിസ്ഥാൻ. എന്നാൽ പാകിസ്ഥാൻ നടത്തുന്ന എല്ലാ പൊള്ളത്തരങ്ങളെയും പൊളിച്ചെടുക്കാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. അത് തെളിവുകൾ സഹിതമാണ് ഇന്ത്യ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇന്ത്യ ശക്തമായ ഒരു തിരിച്ചടി പാകിസ്ഥാന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ തീവ്രവാദം ഈ മണ്ണിൽ വേരൂന്നിയതാണെന്നും അത് ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണെന്നും പാകിസ്ഥാനിലെ പലരും ഇപ്പോൾ പുറത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഭീകരരായ 2 മക്കൾ മരിച്ചുപോയതിൽ ഇന്ത്യയെ കൊല വിളിച്ചുകൊണ്ട് പിതാവ് തന്നെ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇനിയും ഈ മണ്ണിൽ നിന്ന് ചെറുപ്പക്കാർ ഇന്ത്യക്കെതിരെ പോരാടാൻ ഇറങ്ങുമെന്നും മരിച്ചുപോയ എൻ്റെ മക്കൾ മഹത്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയുള്ള പ്രസ്താവനകൾ ഇവരുടെ മൂഢത്വം കൊണ്ടാണോ അല്ലെങ്കിൽ ബുദ്ധിയില്ലായ്മ കൊണ്ടാണോ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇവർ നടത്തുന്നത്? അതുമല്ല, ഇവർക്ക് ഇന്ത്യയോടുള്ള വെറിയാണ് ഇവരുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഭീകരവാദത്തെ ഇന്ത്യ ഭയക്കുക തന്നെ ചെയ്യണം. നേർക്കുനേർ നിന്ന് അടിക്കുന്ന ശത്രുവിനെ നമുക്ക് തരിപ്പണമാക്കാം. കാരണം സൈന്യം ഇവിടെ കാവലുണ്ട്. എന്നാൽ നുഴഞ്ഞു കയറുകയും ചാവേർ ആക്രമണം നടത്തുകയും ചെയ്യുന്ന കൂട്ടരെ നമ്മൾ 4 വഴിക്കൂടെയും അതിന് സുരക്ഷ ഒരുക്കി തന്നെ നിൽക്കണം. അല്ലെങ്കിൽ രാജ്യത്തിനകത്തേക്ക് കടന്നു കയറി ഈ കൂട്ടർ മുച്ചൂടും മുടിക്കാൻ തയ്യാറാകും. എന്നാൽ സൈന്യം ഉള്ളിടത്തോളം കാലം ഈ മണ്ണ് സുരക്ഷിതമാണ്. ഇപ്പോൾ ഇത് മാത്രമല്ല, മറ്റ് പല പ്രതിസന്ധികളും ഉയർന്നു വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാൻ തന്നെ ഇപ്പോൾ ഇന്ത്യക്കെതിരെ ചില പരിഹാസങ്ങൾ ഉയർത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്
ട്രംപ് പറഞ്ഞതോടുകൂടിയാണ് ഇന്ത്യക്ക് വെളിവുണ്ടായതെന്നും അതിന് പിന്നാലെയാണ് പേടിച്ചു വിറച്ച് വെടിനിർത്തലിന് തയ്യാറായത് എന്നൊക്കെയുള്ള തരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ചില പ്രസ്താവനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ട്രംപ് തന്നെ ഇപ്പോൾ കുറെ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇടപെട്ടതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യ ആക്രമണം അവസാനിച്ചതെന്നും അല്ലെങ്കിൽ 4 വർഷത്തോളം ഈ യുദ്ധം നീണ്ടേനെ എന്നൊക്കെയായിരുന്നു ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ US ഇടപെടലുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളിൽ മൗനം പാലിച്ചതിൽ ഇപ്പോൾ രാജ്യത്തിനുള്ളിലും വിമർശനങ്ങളൊക്കെ ശക്തമാകുന്നുണ്ട്. തിങ്കളാഴ്ച രാത്രി 8 മണിക്കായിരുന്നു മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. അതിന് തൊട്ടു മുന്നേ തന്റെ ഇടപെടലിലൂടെയാണ് വെടിനിർത്തൽ യാഥാർത്ഥ്യമായത് എന്ന അവകാശവാദവുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇന്ത്യ പാടെ ഇതിനെ തള്ളിക്കളഞ്ഞുവെങ്കിലും ട്രംപിനെതിരെ കടുപ്പിച്ച ഒരു പ്രസ്താവനകളും മോദിയിൽ നിന്നുണ്ടായില്ല. ഇതിന് കാരണം മോദിക്ക് ട്രംപിനെ ഭയമാണ് എന്നുള്ള തരത്തിൽ ചില പരിഹാസങ്ങളൊക്കെയാണ് പാകിസ്ഥാനിലെ സൈബർ ഗ്രൂപ്പുകൾ ഇപ്പോൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. കശ്മീർ അടക്കമുള്ള വിഷയങ്ങളിൽ മൂന്നാം രാജ്യങ്ങളുടെ ഇടപെടൽ വേണ്ട എന്ന് കാലങ്ങളായുള്ള ഇന്ത്യയുടെ നയമാണ്. ഈ നയം മോദി രഹസ്യമായി തിരുത്തിയോ എന്നാണ് ഇപ്പോൾ രാജ്യത്തിനകത്ത് പ്രതിപക്ഷവും ചോദ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ വെളിപ്പെടുത്തലിൽ പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നതാണ് വിഷയം കൂടുതൽ സങ്കീർണമാക്കുന്നത് എന്ന വാദങ്ങളും ഉയരുന്നുണ്ട്. 1972 ഷിംല കരാറിന് ശേഷം കശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷിയെ ഇടപെടാൻ ഇന്ത്യ അനുവദിച്ചിട്ടില്ല. കശ്മീർ അന്താരാഷ്ട്ര വിഷയമല്ല, മറിച്ച് ആഭ്യന്തര വിഷയമാണെന്നതാണ് ഷിംല കരാറിന് ശേഷമുള്ള ഇന്ത്യയുടെ നിലപാട്. ഈ നിലപാടിന് വിരുദ്ധമാണ് ട്രംപിന്റെ പ്രസ്താവനയെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. ട്രംപിനെ പേടിച്ചാണ് മോദി മുട്ടുമടക്കിയത് എന്നുള്ള തരത്തിലാണ് പാകിസ്ഥാനിൽ നിന്നും പരിഹാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനൊന്നും പാകിസ്ഥാന് മറുപടി കൊടുക്കേണ്ട ആവശ്യം ഇന്ത്യക്കില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല അടിയാണ് കൊടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.